ചിരിക്കുകയാണെങ്കിൽ പിന്നെ ചിരി നിർത്താൻ പറ്റില്ല എന്ന് ഒരു വാറ്റുചാരായത്തെക്കുറിച്ച് സലീം കുമാർ ഒരു സിനിമയിൽ പറഞ്ഞ ഡയലോഗിൽ വാസ്തവത്തിൽ അതാണ് ഹമാസ് അടക്കമുള്ള ഭീകരരുടെ ഒരു പ്രധാന ആയുധം എന്ന് പറയുന്നത്. പാവങ്ങളുടെ കൊക്കൈൻ എന്ന് വിളിക്കപ്പെടുന്ന ക്യാപ്റ്റഗൺ ഗുളികകളാണത്. അത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറപ്പില്ലാതെ ഒരാളെ കൊല്ലാൻ കഴിയും. ചോരപ്പുഴകൾക്ക് നടുവിൽ നിന്ന് കത്തിക്കൊണ്ടിരിക്കുന്ന ശവശരീരങ്ങൾക്കിടയിൽ വെച്ച് ഒരാൾക്ക് ലൈംഗികോദാഹരണം ഉണ്ടാക്കാൻ കഴിയുന്ന റേപ്പ് ഡ്രഗ് ഗുളികയാണത്. മാത്രമല്ല പാരീസ് ഭീകര ആക്രമണത്തിന് ശേഷം അതിനൊരു പേരും കിട്ടി എന്നുള്ളതാണ്. ജിഹാദ് ഡ്രഗ് എന്നാണ് അതിൻ്റെ പേര്. ഇതൊരിക്കലും ഗാസയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല, ഇന്ത്യയെ വരെ ഭീഷണിയിൽ നിർത്താൻ പോകുന്ന ഒരു കാര്യമാണ്. ഹമാസ് ഭീകര സംഘടന പാകിസ്ഥാനിലും അതേപോലെ തന്നെ ബംഗ്ലാദേശിലും തങ്ങളുടെ സാന്നിധ്യവും പ്രവർത്തനങ്ങളും ശക്തമാക്കുന്നു എന്നുള്ളതാണ് എന്ന് ഇന്ത്യയിലെ ഇസ്രായേൽ സ്ഥാനപതിയായിട്ടുള്ള റൂബൻ അസർ വ്യക്തമാക്കിയിരിക്കുകയും എന്ന് വെച്ചാൽ പശ്ചിമേഷ്യയ്ക്ക് പുറത്ത് തങ്ങളുടെ ശൃംഖല വർദ്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഹമാസ് ഈ രാജ്യങ്ങളിലെ പ്രാദേശികമായിട്ടുള്ള ഇസ്ലാമിക ഗ്രൂപ്പുകളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇത് ഇന്ത്യയുടെ ദേശീയ സുരക്ഷയ്ക്ക് കടുത്ത ഭീഷണിയാണെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. ചുരുക്കി പറഞ്ഞാൽ ഗാസയ്ക്ക് പുറത്ത് ഫണ്ടിങ് കണ്ടെത്താനും അതേപോലെ തന്നെ യുവാക്കളെ റിക്രൂട്ട് ചെയ്യാനും ലോജിസ്റ്റിക് സൗകര്യങ്ങൾ ഒരുക്കാനുമാണ് ഹമാസ് പാകിസ്ഥാനെയും അതേപോലെ തന്നെ ബംഗ്ലാദേശിനെയും ഒക്കെ തന്നെ ഉപയോഗിക്കുന്നത്. ഇതോടൊപ്പം തന്നെ നാർക്കോ ഭീകരതയും ഇന്ത്യൻ മണ്ണിലേക്ക് എത്താൻ സാധ്യത ഏറുകയാണ്. 2023 ഒക്ടോബർ 7 ഇസ്രയേലിന് നേരെ നടത്തിയിട്ടുള്ള ക്രൂരമായിട്ടുള്ള ആക്രമണങ്ങളെ മാതൃകയാക്കി ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലും അതേപോലെ തന്നെ സമാനമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്താൻ ഇവർ പദ്ധതിയിടുന്നതായിട്ട് ഇസ്രയേൽ സ്ഥാനപതിയായിട്ടുള്ള NDTVക്ക് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ ആവർത്തിക്കുന്നുണ്ട്. മാത്രമല്ല ഹമാസിൻ്റെ ഈ നീക്കങ്ങളെക്കുറിച്ചിട്ട് ഇസ്രയേൽ ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾക്ക് വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ കൈമാറിയിട്ടുമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലഷ്കർ-ഇ തോയ്ബ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഭീകര സംഘടനകളുമായിട്ട് ഹമാസ് നേതാക്കൾക്ക് അവർ രഹസ്യ കൂടിക്കാഴ്ചകൾ നടത്തിയതായിട്ട് ഇന്ത്യൻ ഇൻ്റലിജൻസ് ഏജൻസികൾക്ക് അവർക്ക് കണ്ടെത്താനായിട്ടുണ്ട്. അത് മാത്രമല്ല ഷെയ്ഖ് ഖാലിദ് ഗദൂമി അതേപോലെ തന്നെ ബാലിദ് മിഷാൽ തുടങ്ങിയ മുൻനിര ഹമാസ് നേതാക്കൾ ബംഗ്ലാദേശിലെയും അതേപോലെ തന്നെ പാകിസ്ഥാനിലെയും തീവ്ര നിലപാടുള്ള സംഘടനകളുടെ റാലികളിലും അതേപോലെ തന്നെ മതപരമായിട്ടുള്ള ചടങ്ങുകളിലും എല്ലാം തന്നെ പങ്കെടുക്കുന്നുമുണ്ട്. എന്തിനധികം പറയുന്നു, പാകിസ്ഥാനിലെ പ്രമുഖ രാഷ്ട്രീയ മതസംഘടനയായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമി രാജ്യത്ത് ഹമാസിന് പ്രത്യേകമായിട്ടുള്ള ഓഫീസ് തുറക്കാൻ അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ ഇപ്പോഴും ഹമാസിന് ഏറ്റവും കൂടുതൽ ഫണ്ട് വരുന്ന സ്ഥലമാണ് പാകിസ്ഥാൻ. ഗാസയിലെ ഒരു യുദ്ധ സാഹചര്യങ്ങൾ മുൻനിർത്തി പാലസ്തീനുകൾക്ക് വേണ്ടിയിട്ട് മാനുഷിക സഹായം എന്ന വ്യാജേന പാകിസ്ഥാൻ കേന്ദ്രീകൃത ഭീകര സംഘടനകൾ വലിയ തോതിൽ ഫണ്ട് ശേഖരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ഐക്യരാഷ്ട്രസഭ നിരോധിച്ചിട്ടുള്ള ലഷ്കർ-ഇ തോയ്ബ അതേപോലെ തന്നെ ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയിട്ടുള്ള സംഘടനകൾ മസ്ജിദ് നിർമ്മാണം, ശീതകാല കിറ്റുകൾ വിതരണം ചെയ്യൽ എന്നിവയുടെ പേരിൽ ഈ രാജ്യങ്ങളിൽ നിന്ന് പൊതുജനങ്ങളിൽ നിന്നും അതേപോലെ തന്നെ വിദേശങ്ങളിൽ നിന്നും പണം പിരിക്കുന്നു എന്നുള്ളതാണ്. ഈ തുകയുടെ ഒരു ഭാഗം ഹമാസിൻ്റെ ശൃംഖലകളിലേക്കും അവരുടെ തകർന്ന ഭീകര പശ്ചാത്തല സൗകര്യങ്ങൾ പുനർനിർമ്മിക്കാനും ഒക്കെ മാറ്റപ്പെടുന്നുവെന്ന് സൗത്ത് ഏഷ്യ പ്രസ് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ടായിരുന്ന ഒരു കാര്യമാണ്. ഇതിനുവേണ്ടി മാത്രമായിട്ട് പരമ്പരാഗത ബാങ്കിങ് ചാനലുകൾക്ക് പുറമെ സുരക്ഷാ ഏജൻസികളുടെ കണ്ണ് വെട്ടിക്കാൻ ഹവാല ഇടപാടുകാരെയും കണ്ടെത്താൻ പ്രയാസമുള്ള ക്രിപ്റ്റോ കറൻസി ഇടപാടുകളെയും ഇവർ ഫണ്ട് കൈമാറ്റത്തിനായിട്ട് ദക്ഷിണേഷ്യയിൽ അതായത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. 2023 ഒക്ടോബർ 7 ഇസ്രയേലിൽ ഹമാസ് നടത്തിയിട്ടുള്ള ആക്രമണങ്ങളെ വലിയ വിജയമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് പാകിസ്ഥാനിലെയും അതേപോലെ തന്നെ ബംഗ്ലാദേശിലെയും തീവ്ര നിലപാടുള്ള ഇസ്ലാമിക ഗ്രൂപ്പുകൾ യുവാക്കൾക്കിടയിൽ വ്യാപകമായിട്ടുള്ള ഓൺലൈൻ ഓഫ്ലൈൻ പ്രചാരണങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഹമാസിൻ്റെ തന്നെ മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ പാകിസ്ഥാനിലും പാക് അധീന കശ്മീരിലും സന്ദർശനം നടത്തുകയും അതേപോലെ തന്നെ പ്രാദേശിക തീവ്രവാദ നേതാക്കളുമായിട്ട് ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇത്തരം യോഗങ്ങൾ വഴി പ്രാദേശിക വിഘടനവാദ ഗ്രൂപ്പുകളിലെ യുവാക്കളെ തങ്ങളുടെ അന്താരാഷ്ട്ര ശൃംഖലയിലേക്ക് ആകർഷിക്കാനും ഹമാസിനെ കഴിയുന്നു എന്നുള്ളതാണ്. നമ്മുടെ കശ്മീരിൽ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ഭീകരരിലേക്ക് ഹമാസിൻ്റെ ആക്രമണ ശൈലികളും തന്ത്രങ്ങളും പകർന്നു നൽകാൻ പാകിസ്ഥാൻ മണ്ണിലെ തീവ്രവാദ ക്യാമ്പുകൾ ഉപയോഗപ്പെടുത്തുന്നുമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിന് പുറത്ത് സുരക്ഷിതമായിട്ടുള്ള താവളങ്ങളും ആശയവിനിമയ ശൃംഖലകളും സ്ഥാപിക്കുക എന്നതാണ്
ഹമാസ് എന്ന് പറയുന്നത് ലക്ഷ്യമിടുന്നത് തന്നെ ബംഗ്ലാദേശിലെയും പാകിസ്ഥാനിലെയും ചില രാഷ്ട്രീയ തീവ്രവാദ ഗ്രൂപ്പുകൾ ഹമാസിന് ആവശ്യമായിട്ടുള്ള ലോജിസ്റ്റിക്സ് പിന്തുണയും രാഷ്ട്രീയ സംരക്ഷണവും എല്ലാം തന്നെ നൽകുന്നുമുണ്ട്. ഇതിൽ തന്നെ സുരക്ഷാ ഏജൻസികളുടെ നിരീക്ഷണം കുറഞ്ഞ ഇടങ്ങൾ ഉപയോഗിച്ച് ആയുധങ്ങൾ എത്തിക്കുന്നതിനുള്ള പുതിയ റൂട്ടുകൾ ആസൂത്രണം ചെയ്യാനും അതുപോലെ തന്നെ മറ്റ് ഭീകര സംഘടനകളുമായി ചേർന്നുകൊണ്ട് സംയുക്തമായിട്ടുള്ള ഒരു ശൃംഖലകൾ നിർമ്മിക്കാനും ഹമാസ് ഈ രാജ്യങ്ങളിലെ അനുകൂല അന്തരീക്ഷം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഹമാസിൻ്റെ രീതികൾ ഈ ഭീകരരിലേക്കും എത്തുകയാണ്. നമ്മുടെ ജമ്മു കശ്മീരിലെ പഹൽഗാമിൽ നടന്നിട്ടുള്ള ഭീകരാക്രമണത്തിൽ ഹമാസ് ഇസ്രയേലിൽ ഉപയോഗിച്ചതിന് സമാനമായിട്ടുള്ള ആസൂത്രണവും തന്ത്രങ്ങളും എല്ലാം തന്നെ പ്രകടിപ്പിച്ചതായിട്ട് അന്വേഷണ ഏജൻസികൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കശ്മീരിൽ മുൻപ് നടന്നിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള ഭീകരാക്രമണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഹമാസിൻ്റെ അൽ ഖസാം ബ്രിഗേഡ്സ് പിന്തുടരുന്ന പ്രത്യേക യുദ്ധതന്ത്രങ്ങളാണ് ഭീകരർ പഹൽഗാമിൽ പ്രയോഗിച്ചത്. ഹമാസ് ഭീകരർ ഇസ്രയേലിൽ ചെയ്തതുപോലെ തന്നെ പഹൽഗാമിലെ അക്രമകാരികളും അതേപോലെ തന്നെ ഹെൽമെറ്റിൽ ഘടിപ്പിച്ചിട്ടുള്ള ബോഡി ക്യാമറകളും ഉപയോഗിച്ച് തങ്ങളുടെ ആക്രമണത്തിൻ്റെ മുഴുവൻ ദൃശ്യങ്ങളും അത് ചിത്രീകരിച്ചു എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ, അതായത് സുരക്ഷാ സൈനികരെയും അതേപോലെ തന്നെ സാധാരണക്കാരെയും എല്ലാം തന്നെ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് വീഴ്ത്തുന്ന ദൃശ്യങ്ങൾ പശ്ചാത്തലത്തിൽ മതപരമായിട്ടുള്ള സംഗീതം ഉൾപ്പെടുത്തി ഇവർ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു. യുവാക്കളെ ഭീകരവാദത്തിലേക്ക് ആകർഷിക്കാനും തങ്ങളുടെ ശക്തി പ്രകടിപ്പിക്കാനും ഹമാസ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന യുദ്ധതന്ത്രമാണിത്. സാധാരണയായിട്ട് കശ്മീരിൽ ഭീകരർ വിവേചനമില്ലാതെ സുരക്ഷാ സേനയെയും സാധാരണക്കാരെയും ലക്ഷ്യമിടുമ്പോൾ പഹൽഗാമിൽ ഹമാസ് മോഡലിലുള്ള റിലീജിയസ് സ്ക്രീനിങ് നടന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഇരകളെ നേരിട്ട് വെടിവെക്കുന്നതിന് മുൻപ് അവരുടെ ഐഡൻറ്റിറ്റി കാർഡുകൾ പരിശോധിക്കുകയും മതപരമായിട്ടുള്ള ശ്ലോകങ്ങളോ വചനങ്ങളോ ചൊല്ലാൻ നിർബന്ധിക്കുകയും ചെയ്ത ശേഷമാണ് ഭീകരർ ആളുകളെ വധിച്ചത്. നമുക്കറിയാമല്ലോ, ഇസ്രയേലിലെ നോവ മ്യൂസിക് ഫെസ്റ്റിവലിൽ സമാധാനപരമായിട്ട് പങ്കെടുത്ത ജനങ്ങളെ ഹമാസ് വേട്ടയാടിയതിന് സമാനമായിട്ട് പഹൽഗാമിൽ അവധിക്കാലം ആഘോഷിക്കാൻ വേണ്ടി എത്തിയിട്ടുള്ള നിഷ്കളങ്കരായിട്ടുള്ള വിനോദസഞ്ചാരികളെയാണ് ഭീകരർ പ്രധാനമായിട്ടും ലക്ഷ്യം വെച്ചത്. ഒരു പ്രദേശം പിടിച്ചടക്കുക, ഭീതി ജനിപ്പിക്കുക, പ്രദേശത്തെ സാമ്പത്തിക വ്യവസ്ഥയെ ടൂറിസത്തെയും എല്ലാം തന്നെ തകർക്കുക എന്നതായിരുന്നു ഇതിൻ്റെ പിന്നിലെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. ഈ ആക്രമണത്തിൻ്റെ ആസൂത്രണത്തിനും അതേപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഏകോപനത്തിനുമായിട്ട് ഭീകരർ സാധാരണ ഫോണ് നെറ്റ്വർക്കുകൾക്ക് പകരം ഹൈലി അതായത് എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ആപ്പുകളും അതേപോലെ തന്നെ സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഇത് സുരക്ഷാ ഏജൻസികൾക്ക് ഇവരുടെ നീക്കങ്ങൾ മുൻകൂട്ടി കണ്ടെത്തുന്നത് പ്രയാസകരമാക്കി മാറ്റുകയും ചെയ്തു. ഈ ആക്രമണങ്ങൾക്ക് മാസങ്ങൾക്ക് മുൻപ് പാക് അധീന കശ്മീരിലെ റാവലക്കോട്ട് പോലുള്ള പ്രദേശങ്ങളിൽ വെച്ച് ഹമാസ് നേതാക്കളും പാക് ഭീകരരും തമ്മിൽ സംയുക്ത യോഗങ്ങൾ ചേർന്നതായിട്ടാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് തന്നെ വ്യക്തമാക്കുന്നത്. ഈ ക്യാമ്പുകളിൽ വെച്ച് ഹമാസ് നൽകിയ പ്രത്യേക പരിശീലനമാണ് ഈ പുതിയ ആക്രമണ ശൈലിക്ക് പിന്നിലെന്നാണ് സംശയം തന്നെ. ഇത്തരത്തിലുള്ള കൃത്യമായിട്ടുള്ള അടയാളങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് പഹൽഗാം ആക്രമണം കേവലം ഒരു പ്രാദേശിക ഭീകരാക്രമണം മാത്രമല്ലെന്നും അന്താരാഷ്ട്ര ഭീകര സംഘടനകളുടെ ഒരു പ്രത്യേക ശാസ്ത്രവും തന്ത്രങ്ങളും കടം കൊണ്ടുള്ള ഒരു പുതിയ ഒരു ഭീഷണിയാണെന്നും സുരക്ഷാ ഏജൻസികൾ വിലയിരുത്തിയതിൻ്റെ പിന്നിലുള്ള കാര്യം തന്നെ. നമ്മുടെ പാകിസ്ഥാനിൽ ഹമാസ് എത്തിയതിനേക്കാൾ ഇന്ത്യക്ക് ഭീഷണിയാവുക ബംഗ്ലാദേശിലെ ഹമാസ് ഭീകരതയുടെ സാന്നിധ്യം മാത്രമാണ്. മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ ഭരണം എന്ന് പറയുന്നത് അത് അവസാനിച്ചതോടു കൂടിയിട്ട് ബംഗ്ലാദേശിൽ മതേതര നിയന്ത്രണങ്ങൾ വാസ്തവത്തിൽ അയഞ്ഞു എന്നുള്ളതാണ്. താൽക്കാലിക ഭരണകൂടത്തിന് കീഴിൽ കടുത്ത ഇസ്ലാമിക ഗ്രൂപ്പുകൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം ലഭിച്ചത് ഹമാസിന് ബംഗ്ലാദേശിലേക്ക് എളുപ്പത്തിൽ കടന്നു കയറാൻ വഴിയൊരുക്കുകയും ചെയ്തു. ഇസ്രയേൽ വിരുദ്ധത മുൻനിർത്തി മുസ്ലിം രാജ്യങ്ങളിൽ പൊതുവായിട്ടുള്ള ഒരു വികാരം മുതലെടുത്താണ് ഹമാസ് ബംഗ്ലാദേശിൽ സാന്നിധ്യം അറിയിക്കുന്നത്. കശ്മീരിലെയും അതേപോലെ തന്നെ പാലസ്തീനിലെയും പോരാട്ടങ്ങൾ ഒന്നാണെന്ന രീതിയിലുള്ള വ്യാജ പ്രചാരണങ്ങൾ നടത്തിയാണ് ഇവർ ബംഗ്ലാദേശിലെ യുവാക്കളെ സ്വാധീനിക്കുന്നത് തന്നെ. എന്തിനധികം പറയുന്നു, ബംഗ്ലാദേശിലെ ഹമാസിന് രാഷ്ട്രീയമായിട്ടുള്ള ഒരു പിന്തുണ നൽകുന്നത് ജമാഅത്തെ ഇസ്ലാമിയും അതേപോലെ തന്നെ മൗലികവാദ ഗ്രൂപ്പായിട്ടുള്ള അൽ മർക്കസുൽ ഇസ്ലാമി എന്നിവരാണ്. പാകിസ്ഥാൻ ചാരസംഘടനയായിട്ടുള്ള ISIയുടെ ഏകോപനത്തോടു കൂടിയിട്ടാണ് ഹമാസ് നേതാക്കൾ ബംഗ്ലാദേശിലെ പ്രാദേശിക ഗ്രൂപ്പുകളുമായിട്ട് സമ്പർക്കം പുലർത്തുന്നത്. എന്ന് വെച്ചാൽ ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള കക്ഷികൾ ഹമാസിൻ്റെ മുൻനിര നേതാക്കളായിട്ടുള്ള ബാലിദ് മിഷാലി, ഷെയ്ഖ് ഖാലിദ് ഗദൂമി തുടങ്ങിയവർക്ക് ബംഗ്ലാദേശിൽ
പൊതുചടങ്ങുകളിലും അതേപോലെ തന്നെ റാലികളും ഒക്കെ തന്നെ പൊതുചടങ്ങുകളും റാലികളും നടത്താനുള്ള സൗകര്യമൊരുക്കി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ സർവകലാശാലകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചില തീവ്ര സ്വഭാവമുള്ള വിദ്യാർത്ഥി സംഘടനകൾ ഹമാസിന് അനുകൂലമായിട്ടുള്ള ആശയ പ്രചരണങ്ങൾക്കും അതേപോലെ തന്നെ റീക്രിയേഷനും ബംഗ്ലാദേശിൽ വേദി ഒരുക്കുന്നു എന്നുള്ളതാണ്. ഹമാസ് കേവലം ഗാസയിലെ നികുതിപ്പണം കൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരു സംഘടനയല്ല. എന്ന് വെച്ചാൽ ഇറാൻ, ഖത്തർ, തുർക്കി തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് ഡോളറിൻ്റെ സാമ്പത്തിക ആയുധ സഹായങ്ങൾ ഹമാസിന് വർഷം തോറും ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ശൃംഖല വർദ്ധിപ്പിക്കാൻ അതിൻ്റെ ഒരു വ്യാപ്തി വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പണത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല എന്നുള്ളതാണ്. നമ്മുടെ പാലസ്തീനിലെ പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കാൻ എന്ന പേരിൽ ബംഗ്ലാദേശിലെ പ്രാദേശിക മതസംഘടനകൾ പൊതുജനങ്ങളിൽ നിന്നും വിദേശങ്ങളിൽ നിന്നും വലിയ തോതിലുള്ള പണം പിരിക്കുന്നുണ്ട്. ഈ തുകയുടെ ഒരു വലിയ പങ്ക് ഹമാസിൻ്റെ ഭീകരപ്രവർത്തനങ്ങൾക്കായിട്ടാണ് മാറ്റപ്പെടുന്നത്. അതായത് ഹമാസ് അങ്ങോട്ട് പണം മുടക്കുകയല്ല, പകരം ബംഗ്ലാദേശിൽ നിന്ന് പണം കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മയക്കുമരുന്ന് വിതരണത്തിന് ഇസ്ലാമിക ഭീകര സംഘടനകൾക്ക് വലിയ പങ്കുണ്ട് എന്നത് നിസ്തർക്കമായിട്ടുള്ള കാര്യമാണ്. എന്ന് വെച്ചാൽ ഇസ്ലാം ഹറാമാക്കി എന്ന് പറയുന്ന ലഹരി വസ്തുക്കളാണ് അഫ്ഗാനിലെ താലിബാൻ്റെയൊക്കെ പ്രധാന വരുമാന മാർഗം എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഗ്രാമങ്ങളിൽ ഓപ്പിയം ചെടികൾ നടാൻ വേണ്ടിയിട്ട് താലിബാൻ തന്നെ അത് കൊടുത്ത് അത് പ്രോസസ്സ് ചെയ്ത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ഡ്രഗ് മണിയാണത്. ആ ഡ്രഗ് മണി തന്നെയാണ് താലിബാനെ ഫലത്തിൽ നിലനിർത്തുന്നത് എന്ന് ഒരിക്കൽ BBC തന്നെ വെളിപ്പെടുത്തുകയുണ്ടായിട്ടുണ്ടായിരുന്നു. ഇത് താലിബാൻ്റെ മാത്രം കാര്യമല്ല, ഹമാസ് അടക്കമുള്ള ഭീകരരും അതേപോലെ തന്നെ ഈ നാർക്കോ ടെററിസ്റ്റ് ശൃംഖലയുടെ ഒരു ഭാഗമാണ് എന്നതാണ് ചാനൽ 4 പോലുള്ള മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടുള്ള ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യം എന്ന് പറയുന്നത്. മുമ്പ് നമുക്കറിയാം ഐസിസ് ഭീകരർ അവർ വ്യാപകമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ജിഹാദി ഡ്രഗ് എന്ന് വിളിക്കപ്പെടുന്ന ക്യാപ്റ്റഗൺ ഗുളിക, അതാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഹമാസ് ഭീകരരാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് തന്നെ. ഒക്ടോബർ 7 ഇസ്രയേലിന് നേരെ ഹമാസ് നടത്തിയിട്ടുള്ള ക്രൂരമായിട്ടുള്ള കൂട്ടക്കൊലകൾക്ക് പിന്നിൽ ക്യാപ്റ്റഗൺ എന്ന ലഹരി മരുന്നിന് വലിയ ഒരു പങ്കുണ്ടെന്ന് സുരക്ഷാ ഏജൻസികളും അതേപോലെ തന്നെ മാധ്യമങ്ങളും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഇസ്രയേലിൻ്റെ അതിർത്തിക്കുള്ളിൽ വെച്ച് തന്നെ കൊല്ലപ്പെടുകയും അതേപോലെ തന്നെ പിടികൂടപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ള 100 കണക്കിന് ഹമാസ് ഭീകരരുടെ പോക്കറ്റുകളിൽ നിന്ന് ഈ ഗുളികകൾ IDF കണ്ടെത്തുകയുണ്ടായിട്ടുണ്ടായിരുന്നു. അതിക്രമങ്ങൾ നടത്തുന്നതിന് തൊട്ടു മുൻപ് ഭീകരർ ഈ ലഹരി മരുന്ന് ഉപയോഗിച്ചിരുന്നതായിട്ട് അന്വേഷണത്തിൽ വളരെ വ്യക്തമാണ്. എന്തിനധികം പറയുന്നു, സാധാരണ മനുഷ്യർക്ക് ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള അതിക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങളും പീഡനങ്ങളും ഭയമോ മടുപ്പോ കൂടാതെയാണ് ഇവർ ചെയ്യുന്നത്. ഇവരെ പ്രേരിപ്പിക്കുകയാണ്, ആ മരുന്നിൻ്റെ ഒരു ലഹരിയാണ് ഇത് എന്നുള്ളതാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒക്ടോബർ 7 മുൻപ് തന്നെ ക്യാപ്റ്റഗൺ ഗുളികകൾ ഗാസ സ്ട്രിപ്പിലേക്ക് വൻതോതിൽ അതായത് കടത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സിറിയയിൽ നിന്നും അതേപോലെ തന്നെ ലെബനനിൽ നിന്നും ജോർദാൻ വഴി ഇസ്രയേലിലേക്കും അവിടെ നിന്ന് ഗാസയിലേക്കും ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ചിട്ടുള്ള ലക്ഷക്കണക്കിന് ക്യാപ്റ്റഗൺ ഗുളികകൾ ഇസ്രയേൽ അതിർത്തി രക്ഷാസേന പലതവണ പിടികൂടിയിട്ടുമുണ്ട്. വിശദീകരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഫെനത്തിലൈൻ എന്ന ഒരു കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഒരു ഉത്തേജന ഔഷധമാണിത് ക്യാപ്റ്റഗൺ ഗുളിക എന്ന് പറയുന്നത്. മാത്രമല്ല പാവങ്ങളുടെ കൊക്കൈൻ എന്നും ഇതിന് വിളിപ്പേരുണ്ട് എന്നുള്ളതാണ്. ഈ ഗുളിക കഴിക്കുന്നതിലൂടെ ശരീരത്തിന് കടുത്ത ഊർജം ലഭിക്കുകയും ദിവസങ്ങളോളം ഉറക്കവും വിശപ്പും അനുഭവപ്പെടാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇത് ഉപയോഗിച്ച ഒരാൾക്ക് വേദനയും അതേപോലെ തന്നെ അനുകമ്പയും ഒന്നും തന്നെ ഇല്ലാതാക്കുന്നു. കടുത്ത ആത്മവിശ്വാസവും ക്രൂരത ചെയ്യാനുള്ള മാനസികാവസ്ഥയും ഇത് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ശരീരത്തിന് ഏൽക്കുന്ന പരുക്കുകളുടെ വേദന പോലും ഈ ലഹരിയിൽ ഭീകരർ അറിയാറില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇതിനെ ശരിക്കും പറഞ്ഞാൽ കെമിക്കൽ കറേജ് എന്നും ഒരു പേരിൽ വിളിക്കപ്പെടുന്നുണ്ട്. സിറിയയിലും അതേപോലെ തന്നെ ഇറാഖിലും ഐസിസ് ഭീകരർ തങ്ങളുടെ പോരാട്ടങ്ങൾക്കും ആത്മഹത്യാ ആക്രമണങ്ങൾക്കും ഒക്കെ മുൻപ് അതായത് ഈ ഗുളിക സ്ഥിരമായിട്ട് ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ദീർഘനേരം ക്ഷീണമില്ലാതെ യുദ്ധം ചെയ്യാനും അതേപോലെ തന്നെ ക്രൂരതകൾ ചെയ്യാനും ഒക്കെ തന്നെ ഐസിസ് ഇത് ഉപയോഗിച്ചതോടെയാണ് ഇതിന് ജിഹാദി ഡ്രഗ് എന്ന പേര് വീണത് തന്നെ. വാസ്തവത്തിൽ 2015 പാരീസിൽ ഐസിസ് നടത്തിയിട്ടുള്ള ഭീകരാക്രമണത്തിൽ പങ്കെടുത്തിട്ടുള്ള ഭീകരരും ഒക്കെ തന്നെ ഈ മരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നതായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത്. വാസ്തവത്തിൽ ഉപയോഗം മാത്രമല്ല, ഇതിൻ്റെയൊക്കെ ഒരു കച്ചവടം തന്നെ ഹമാസ് നടത്തുന്നുണ്ട്. ക്യാപ്റ്റഗൺ വിൽപ്പനയും അതേപോലെ തന്നെ ഹമാസ് ഉൾപ്പെടെയുള്ള പശ്ചിമേഷ്യൻ ഭീകര സംഘടനകൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. നിലവിൽ സിറിയയും അതേപോലെ തന്നെ ലെബനനിലെ
ഹിസ്ബുള്ള ടെറിട്ടറിയുമൊക്കെയാണ് ക്യാപ്റ്റൻ ഗുളികിൻ്റെ ഒരു പ്രധാന ഉൽപ്പാദന കേന്ദ്രങ്ങളെന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇത്തരം സ്ഥലങ്ങളിൽ നിന്നും മിഡിൽ ഈസ്റ്റിലേക്കും അതേപോലെ തന്നെ മറ്റ് ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളിലേക്കും ഇത് കടത്തുന്നത് വഴി കോടിക്കണക്കിന് ഡോളറാണ് ഹമാസ് പോലുള്ള സംഘടനകൾക്ക് ലാഭമായിട്ട് ലഭിക്കുന്നത്. ക്യാപ്റ്റഗണിൻ്റെ പ്രധാന നിർമ്മാതാക്കൾ സിറിയയിലെ അസദ് ഭരണകൂടവും അതേപോലെ തന്നെ ലെബനനിലെ ഹിസ്ബുള്ളയും ഒക്കെയാണ്. ഈ രണ്ട് വിഭാഗങ്ങൾക്കും ഹമാസിനും സാമ്പത്തിക സൈനിക സഹായങ്ങൾ നൽകുന്നത് തന്നെ ഇറാനാണ്. ഈ ഇറാൻ അനുകൂല സഖ്യത്തിൻ്റെ ഭാഗമായതിനാൽ അതായത് സിറിയയിലും ലെബനനിലും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈ മരുന്ന് വളരെ എളുപ്പത്തിൽ ഹമാസ് ഗ്രൂപ്പുകളിലേക്ക് എത്തിച്ചേരാൻ വഴിയൊരുക്കും. ഇവിടെയാണ് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഈ ഹമാസ് എന്ന് പറയുന്ന സംഘടന എത്തി എന്നുള്ള വാർത്ത നമ്മൾ കൂട്ടി വായിക്കേണ്ടത്. അതോടെ ഇന്ത്യക്ക് നേരെയുള്ള പരോക്ഷമായിട്ടുള്ള നർക്കോ ജിഹാദിൻ്റെ തുടക്കം കൂടിയാവുകയാണ് എന്നുള്ളതാണ്. സുരക്ഷാ നിരീക്ഷകരുടെയും അതേപോലെ തന്നെ ഇൻ്റലിജൻസ് ഏജൻസികളുടെയും ഒക്കെ വിലയിരുത്തൽ പ്രകാരം പാകിസ്ഥാനേക്കാൾ ബംഗ്ലാദേശിലെ ഹമാസ് സാന്നിധ്യം ഉറപ്പിക്കുന്നത് ഇന്ത്യക്ക് അതീവ ഗുരുതരവും അതേപോലെ തന്നെ നേരിട്ടുള്ളതുമായിട്ടുള്ള സുരക്ഷാ ഭീഷണിയുമൊക്കെയാണ്. പാകിസ്ഥാൻ അതിർത്തി കടുത്ത സൈനിക നിരീക്ഷണത്തിലും അതേപോലെ തന്നെ വേലികളായി സംരക്ഷണ വലയത്തിലും ഒക്കെ ആണെങ്കിലും കൂടി ഇത് വലിയ പ്രശ്നങ്ങളിലേക്കും പ്രത്യാഘാതങ്ങളിലേക്കും നയിക്കും. ഇപ്പോൾ ബംഗ്ലാദേശുമായിട്ടുള്ള ഇന്ത്യയുടെ ഒരു അതിർത്തി എന്ന് പറയുന്നത് ഭൂമിശാസ്ത്രപരമായിട്ട് തികച്ചും വ്യത്യസ്തവും നുഴഞ്ഞ കയറ്റത്തിന് സാധ്യത ഏറിയതുമാണ്. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഏതാണ്ട് 4096 കിലോമീറ്റർ നീളമുള്ള അതിർത്തി പങ്കിടുന്നുണ്ട്. ഇതിൽ വലിയൊരു ഭാഗം എന്ന് പറയുന്നത് നദികളും കാടുകളും മലയോര മേഖലകളും ആയതിനാൽ തന്നെ പൂർണ്ണമായിട്ട് വേലി കെട്ടി തിരിക്കാൻ സാധിച്ചിട്ടില്ല. പലപ്പോഴും വ്യാജരേഖകൾ ചമച്ചും അതേപോലെ തന്നെ ഒക്കെയാണ് നുഴഞ്ഞുകയറ്റ ശൃംഖലകൾ വഴിയുമൊക്കെയാണ് ഇവർക്ക് ഇന്ത്യൻ അതിർത്തിക്കുള്ളിലേക്ക് കടക്കാൻ തന്നെ സാധിക്കുന്നത്. നമ്മുടെ ബംഗ്ലാദേശിന് തൊട്ടടുത്തുള്ള സിലിഗുരി കൊറിഡോർ അഥവാ ചിക്കൻ സ്നെക്ക് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളായിട്ട് ബന്ധിപ്പിക്കുന്ന തന്ത്രപരമായിട്ടുള്ള ഒരു ഇടനാഴി ആണ് എന്നുള്ളതാണ്. അത് ഈ മേഖലയ്ക്ക് സമീപം ഭീകരർ താവളം ഉറപ്പിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ സുരക്ഷയെയും അതേപോലെ തന്നെ ആഭ്യന്തര സമാധാനത്തെയും നേരിട്ട് ബാധിക്കുമെന്നുള്ളതാണ്. ഡിജിറ്റൽ മാധ്യമങ്ങൾ വഴിയും പ്രാദേശിക സ്ലീപ്പർ സെല്ലുകൾ വഴിയും ഇന്ത്യൻ യുവാക്കളെ സ്വാധീനിക്കാനും അവരെ ഭീകരവാദത്തിലേക്ക് ആകർഷിക്കാനും ഹമാസിനെ ബംഗ്ലാദേശിൽ ഇരുന്ന് എളുപ്പം സാധിക്കുമെന്നുള്ളതാണ്. ഇന്ത്യയിലേക്ക് തന്നെ ബംഗ്ലാദേശ് അതേപോലെ തന്നെ പാകിസ്ഥാൻ അതിർത്തികൾ വഴി ധാരാളം വൻതോതിൽ ലഹരി മരുന്ന് കടത്തുന്നത് നിലവിൽ ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയിൽ ഒന്നാണ്. മാത്രമല്ല പരമ്പരാഗത വഴികൾക്ക് പകരം അത്യാധുനിക സാങ്കേതിക വിദ്യയാണ് ഇവർ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. അതിർത്തി സുരക്ഷാ സേനയുടെ കണ്ണു വെട്ടിച്ച് മാത്രം ഹെറോയിൻ തുടങ്ങിയിട്ടുള്ള മാരക ലഹരി മരുന്നുകൾ ഇന്ത്യയിലേക്ക് തള്ളാൻ പാക് കള്ളക്കടത്തുകാർ വ്യാപകമായിട്ട് വലിയ ഡ്രോണുകൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ 15 മാസത്തിനിടെ മാത്രം അതായത് ഏതാണ്ട് 400-ലധികം ഡ്രോണുകളാണ് പഞ്ചാബ് അതിർത്തിയിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ളത്. ഇതിൽ തന്നെ സുരക്ഷാ സേനയുടെ ജാമറുകളെ പ്രതിരോധിക്കാൻ സ്റ്റാർലിങ്ക് പോലുള്ള സാറ്റലൈറ്റ് നെറ്റ്വർക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പുതിയ തരം ഡ്രോണുകളാണ് പാകിസ്ഥാൻ ഉപയോഗിക്കുന്നതായിട്ട് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ ഡ്രോണുകൾ വഴി ലഹരി മരുന്ന് മാത്രമല്ല ജമ്മു കാശ്മീരിലെയും അതേപോലെ തന്നെ നമ്മുടെ പഞ്ചാബിലെയും ഭീകര പ്രവർത്തനങ്ങൾക്കായിട്ട് വിദേശ നിർമ്മിത തോക്കുകളും ഗ്രാനേഡുകളും പാകിസ്ഥാൻ കടത്തുന്നുണ്ട്. വാസ്തവത്തിൽ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് പഞ്ചാബ് സർക്കാർ അതിർത്തികളിൽ ബാജഗ് എന്ന ആൻറ്റി ഡ്രോൺ സംവിധാനം വികസിപ്പിച്ചിട്ടുമുണ്ട്. ബംഗ്ലാദേശ് അതിർത്തി വഴിയുള്ള ഈ കടത്ത് മറ്റൊരു രീതിയിലാണ്. എന്ന് വെച്ചാൽ മെത്താംഫെറ്റാമൈനും അതേപോലെ തന്നെ കഫീനും കലർന്ന യാബ എന്ന ഉത്തേജന ഗുളികകളാണ് ബംഗ്ലാദേശ് അതിർത്തി വഴി പ്രത്യേകിച്ചിട്ട് പശ്ചിമ ബംഗാൾ അതേപോലെ തന്നെ ആസാം മേഖലകളിലേക്ക് വൻതോതിൽ വരുന്നത്. കോടിക്കണക്കിന് രൂപയുടെ യാബ ഗുളികകളും അതേപോലെ തന്നെ ഹെറോയിനും ഈ അതിർത്തിയിൽ വെച്ച് BSF പിടികൂടിയിട്ടുമുണ്ട്. എന്തിനധികം പറയുന്നു, ഇന്ത്യയിൽ നിന്ന് നിരോധിച്ചിട്ടുള്ള സിറപ്പുകളായിട്ടുള്ള ഫെൻസിഡിൽ പോലുള്ള മരുന്നുകൾ അത് ബംഗ്ലാദേശിലേക്കും അതേപോലെ തന്നെ അവിടെ നിന്ന് കൃത്രിമമായിട്ടുള്ള ലഹരി മരുന്നുകൾ ഇന്ത്യയിലേക്കും പരസ്പരം കടത്തുന്ന വലിയൊരു ശൃംഖല നമ്മുടെ ഇവിടെ സജീവമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇനി ജിഹാദി ഡ്രഗും കൂടി ഇന്ത്യയിൽ എത്തിയാലുള്ള അവസ്ഥ എന്താവും? വാസ്തവത്തിൽ ഈ ഭീഷണി മുന്നിൽ കണ്ട് പ്രതിരോധ മന്ത്രാലയവും അതേപോലെ തന്നെ അതിർത്തി സുരക്ഷാ സേനയും അതീവ ജാഗ്രതയിലാണ് ബംഗ്ലാദേശ് പാകിസ്ഥാൻ അതിർത്തികളിൽ
നുഴഞ്ഞുകയറ്റം പൂർണ്ണമായി തടയുന്നതിനായിട്ട് ഇന്ത്യ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സ്മാർട്ട് ബോർഡർ സുരക്ഷാ സംവിധാനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കി വരുന്നുണ്ട്. പക്ഷേങ്കിൽ അതിനേക്കാൾ വലിയ ഭീഷണി എന്ന് പറയുന്നത് ഇന്ത്യ അനുഭവിക്കാൻ പോകുന്നത് മയക്കുമരുന്നിൻ്റെ കാര്യത്തിലാണ്. ഹമാസ് വഴി വരുന്നത് നാർക്കോ ജിഹാദിസം എന്ന ഡേർട്ടി ബിസിനസ് തന്നെ.